നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. മലപ്പുറം ജില്ലയിൽ റമളാൻ മാസകാലത്ത് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുകയില്ല എത്രേ. ബുദ്ധിശൂന്യനായ സുരേന്ദ്രന്റെ വാദം വിടുവായിത്തം, അതിന് കിടിലൻ മറുപടി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ആ നോമ്പില് അവര് ഉമിനീര് പോലും ഇറക്കാതെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്ന് നമ്മളെ ഊട്ടണം. ഹിന്ദുക്കൾക്ക് അവിടെ കട നടത്തിക്കൂടെ? ഇത് നമ്മുടെ സെൻസസിന്റെ കണക്കാണ്. മലപ്പുറത്ത് 2011 സെൻസസ് പ്രകാരം 11 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട്, 27%. 28 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്, ഏകദേശം 2%, 85,000 ക്രിസ്ത്യാനികളുണ്ട്. ഈ ഹിന്ദുക്കൾക്ക് കട നടത്തിക്കൂടെ? ഈ വെള്ളം കുടിക്കാതിരിക്കുന്നത് എന്തിനാ? അതൊന്നും അല്ല അതിന്റെ കാരണമെന്ന് നമുക്കെല്ലാം അറിയാം. മലപ്പുറത്ത് മുസ്ലിമീങ്ങൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് കട തുറന്നുകൂടെ, കട നടത്തിക്കൂടെ? അതേപോലെ തന്നെ അവർ നോമ്പ് പിടിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കണമെന്നുള്ള വാശി, അതെന്തൊരു ദുർവാശി തന്നെയാണ്. എന്ന് മാത്രമല്ല, വർഗീയവാദിയായ സുരേന്ദ്രൻ പറയുന്നത് പോലെ മലപ്പുറത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇപ്രകാരം ഒരു വാദം ഉന്നയിക്കുന്നില്ല. അവർ സുഖമായി അവർ അവിടെ ജീവിക്കുന്നു. എന്ന് മാത്രമല്ല, അവർ കുടിക്കുന്നു, തിന്നുന്നു, മുസ്ലിമീങ്ങൾ അവരുമായി സഹകരിക്കുന്നു, എല്ലാ രൂപത്തിലും സ്നേഹത്തോടുകൂടി കഴിയുന്നു. ഈ വർഗീയ രോഗത്തിന് മരുന്നില്ല. നല്ല മനുഷ്യനായി പിറന്നുകൊണ്ട് നല്ലവരായി ജീവിക്കണം. അത് തന്നെയാണ് അതിനുള്ള പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റുള്ള ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയുന്ന ആ മലപ്പുറം മണ്ണിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ വർഗീയവാദികളുടെ കൂടതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.